ഞാൻ വന്നിട്ടുള്ളൊരു ടിപ്സുമായിട്ടാണ്. പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളത്. അവർക്ക് ഒരുപാട് ഉപയോഗപ്രദമാകുന്ന ടിപ്സാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിന്ന് കേരളത്തിലല്ല ഉള്ളത്. ഇപ്പം ഞാൻ സെറ്റിലായിട്ടുള്ള കേരളത്തിന് പുറത്താണ്. ഇവിടെ ഹോളി ആഘോഷം നടക്കുകയാണ്. എവിടെ പോയിരുന്നിട്ട് കുഞ്ഞു പിള്ളേരുടെയും വലിയ ആൾക്കാരുടെയും ഒച്ച മാത്രമേ ഉള്ളൂ. ഒരു പ്രൈവസി കിട്ടുന്നില്ല ഗൈസ്. കളിച്ചു നീട്ടുന്നില്ല. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെടിയാണ് കേട്ടോ. ആ ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഇത് കുഞ്ഞു പിള്ളേരുള്ള വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപയോഗമാകുന്നൊരു ചെടിയാണ്. ഈ ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് ഞവരയില എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഈ പറമ്പിലും അവിടെയൊക്കെ കാണാൻ അങ്ങനെയൊക്കെ കിട്ടും. ഇവിടെ ഞാനാണെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ചതാണ് കേസ്. എൻ്റെ കുഞ്ഞിനാണെങ്കിൽ ഒരു മാസത്തിൽ 3 വട്ടമെങ്കിലും പനിയും ചുമയും ജലദോഷമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു പിള്ളേരുള്ളവർക്ക് ഈ ചുമയും കഫവും ഒക്കെ വിട്ട് മാറിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് സിറപ്പ് കൊടുക്കാൻ പറ്റത്തില്ല. സിറപ്പ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. അതിപ്പം ഒരുപാട് വീഡിയോസൊക്കെ പുറത്ത് വരുന്നുണ്ട്, സിറപ്പിൻ്റെ ഉപയോഗിച്ചുകൊണ്ടുള്ള ദോഷങ്ങളും എല്ലാം. ഇപ്പം വിശ്വസിച്ച് പാരസെറ്റമോളിൻ്റെ സിറപ്പ് പോലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു കാലമാണിത്. അതുകൊണ്ട് ഈ ഇലയുണ്ടല്ലോ, ഈ ഞവര ഇല, ഇതിന് പനിക്കൂർക്കയെന്നും പറയും. ഇതിൻ്റെ ഇലയാണെങ്കിൽ ഒരു 3-4 ഇല എടുത്തിട്ട് ചതച്ച് പിന്നെ അതിൻ്റെ കൂടെ പനങ്കൽക്കണ്ണ് കൂടെ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാട്ടോ. പനങ്കൽക്കണ്ണ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പനങ്കൽക്കണ്ണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് പനങ്കൽക്കണ്ണ്. പരിചയമില്ലാത്തവർക്കും കണ്ടിട്ടില്ലാത്തവർക്കും വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നതാണ്. ഇതിവിടെ സ്റ്റോക്കായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ചുമയും കഫമൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് വരുന്നതെന്ന് അറിയത്തില്ല. ഒരു ദിവസം തുമ്മലായിരിക്കും, 2 ദിവസം കഴിയുമ്പോൾ ചുമയും പിന്നെ കഫമായിരിക്കും. അതുകൊണ്ട് ഇതിവിടെ സ്റ്റോക്കാണ്. ഇത് നമ്മളുടെ കടകളിലെല്ലാം സാധാരണ കടകളിലെല്ലാം മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ ഷോപ്പുകളുണ്ടല്ലോ, ആയുർവേദശാല, അവിടെയൊക്കെ കിട്ടുന്ന സാധനം ഈ പനങ്കൽക്കണ്ട്. ഇത് പനിയിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് കൽക്കണ്ടാണ്. ഇതിൻ്റെ കളറും ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് വാഷ് ചെയ്യാം. എന്താ വെച്ചാൽ ഇതിൽ ചെറിയ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പൊടിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കുട്ടികളുടെ ആരോഗ്യമാണല്ലോ നമുക്ക് മുഖ്യം. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ നീരെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒന്നും എടുക്കേണ്ട കേസ്. 2 പീസൊക്കെ എടുത്ത് പനിക്കൂർക്കയുടെ ഇലയായിട്ട് ചതച്ച് കൊടുത്താൽ മാത്രം മതി. ഒരു ദിവസം ഒരു 2 നേരമൊക്കെ കൊടുക്കുക. അങ്ങനെ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേനും കുഞ്ഞുങ്ങളുടെ കഫവും ചുമയും ഒക്കെ അങ്ങ് വിട്ടുമാറും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ചുമയും കഫവും മാത്രമല്ല, വിട്ടുമാറാത്ത ചുമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളങ്ങ് ചുമച്ചുകൊണ്ടേ ഇരിക്കുക. സിറപ്പ് കൊടുത്തൊരു 3 മണിക്കൂർ ആണെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുടെ ചുമ മാറുന്നില്ല. നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ 2 ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ പനിക്കൂർക്കയുടെ ഇലയും പനങ്കൽക്കണ്ണിൻ്റെ നീരിൻ്റെയും കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്ക് ചെറിയൊരു കവർപ്പൊക്കെ കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് കഴിക്കാനൊരു ബുദ്ധിമുട്ട് കാണും. അവരുടെ തൊണ്ടയിലൊക്കെ ചെല്ലുമ്പോൾ വേറൊരു ടേസ്റ്റൊക്കെ ആകുമ്പോൾ പിള്ളേർ തുപ്പിക്കളയും. പക്ഷേ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.